നമസ്കാരം. പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുകയാണ്. കുട്ടികൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ് അധ്യാപകർ. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക മാത്രമല്ല, ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് വഴികാട്ടുക കൂടിയാണ് ഒരു അധ്യാപകന്റെ ധർമ്മം. അങ്ങനെ കുട്ടികൾക്ക് അക്ഷരവും ശരിയും പകർന്നു നൽകി മാതൃകയാകേണ്ട അധ്യാപകർ തന്നെ ലഹരി വലയിൽ കുടുങ്ങുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താകും? ഇതൊരു വിഭാഗത്തിനെതിരെ പറയുന്നതല്ല, അതിൽ തന്നെയുള്ള ഇത്തിൾ കണ്ണികളെ കുറിച്ചാണ്. ഈ കോഴിക്കോട് വടകര MDMA കേസിൽ അറസ്റ്റിലായത് 3 അധ്യാപികമാരാണ്. സാധാരണ ലഹരി കേസിനപ്പുറം അധ്യാപികമാരെ രംഗത്തിറക്കിയുള്ള ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് പിന്നിൽ വലിയൊരു ശൃംഖലയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. ഇന്നും കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇന്ന് ഒരുപാട് വാർത്തകൾ ഉള്ള ദിവസമാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോഴിക്കോട് വടകര MDMA കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. അധ്യാപികമാരെ രംഗത്തിറക്കിയുള്ള ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക് പിന്നിൽ വലിയ ശൃംഖലയെന്ന സംശയത്തിൽ പോലീസ്. കണ്ണൂർ റേഞ്ച് DIGയും കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയും ഇന്ന് മാധ്യമങ്ങളെ കാണും. പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഇന്നും ചർച്ച. രാഹുൽ ഗാന്ധി പങ്കെടുക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ കുറ്റപത്രം ഡൽഹിയിലെ പ്രത്യേക അതിവേഗ കോടതി ഇന്ന് പരിഗണിക്കും. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്നുവെന്ന പരാതിയിൽ വിശദാന്വേഷണത്തിന് പോലീസ്. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന നിഗമനം. ഫണ്ട് തട്ടിപ്പ് വിവാദത്തിനിടെ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന്. സംസ്ഥാന അധ്യക്ഷൻ മടങ്ങിയെത്തിയിട്ടും നടപടി വൈകുന്നതിൽ വിമർശനം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 1-ാം തീയതി വരെ മഴ തുടരും. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടവുമായി ഗുൽവീർ സിംഗ്. 10,000 മീറ്ററിൽ വെള്ളി. ഈ ഇനത്തിലെ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേട്ടം. വനിതകളുടെ 69 കിലോ ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി. ബോക്സിംഗിൽ മെഡൽ ഉറപ്പിച്ച് 3 താരങ്ങൾ. സ്വർണ്ണ പ്രതീക്ഷയുമായി ശ്രീശങ്കർ ഇന്നിറങ്ങും. കോഴിക്കോട് വടകര MDMA കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യത. സാധാരണ ലഹരി കേസിനപ്പുറം അധ്യാപികമാരെ രംഗത്തിറക്കിയുള്ള ലഹരിമരുന്ന് വിൽപ്പനയ്ക്ക് പിന്നിൽ വലിയൊരു ശൃംഖലയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. 2 അധ്യാപികമാർക്ക് പുറമെ ഇന്നലെ മറ്റൊരു അധ്യാപികയും ഇരിട്ടി സ്വദേശിയുമായ യുവാവുമാണ് അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ റേഞ്ച് DIGയും കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിശദാംശങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഈ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർ എപ്പോഴും മാതൃകയാകേണ്ട ആളുകളാണ്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് നിന്നും ഇന്നലെ വന്നത്. എന്തായാലും ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും ഐശ്വര്യ, കൂടുതൽ അധ്യാപകർ ഇതിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയിരിക്കുന്നത്. 7-ലേറെ അധ്യാപകർ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഈ 3 അധ്യാപകർമാർ പിടിയിലായിരിക്കുന്നത്. ഇവരോടൊപ്പം ഇന്നലെ തന്നെ ഒരു ഡെലിവറി ബോയും കൂടിയാണ് പിടിയിലായിരിക്കുന്നത്. ജിജിൻ കുര്യാക്കോസ് എന്ന ഇരിട്ടി സ്വദേശിയാണ് ഏറ്റവും ഒടുവിലായി പിടിയിലായിരിക്കുന്നത്. ഈ ജിജിന്റെ ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പോലീസ് നമുക്ക് കൈവിട്ടിരിക്കുന്നത്. ജിജിന്റെ അക്കൗണ്ടിൽ മാത്രം 1 കോടിയിലേറെ രൂപയുടെ ഇടപാട് നടന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഇന്നലെ അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും അവസാനം പിടിയിലായിരുന്നത് നീഷ്മയാണ്. കുട്ടോത്ത് സ്വദേശിനി നീഷ്മയാണ്. BRCയിൽ തന്നെ എഡ്യൂക്കേറ്ററായ നീഷ്മയും ഈ കീർത്തനയ്ക്കും കാവ്യയ്ക്കുമൊപ്പം ലഹരി ഇടപാട് നടത്തുകയും ഈ പണം അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ചെയ്തുവെന്ന കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിനു മുന്നേ തന്നെ സംശയിക്കുന്ന അധ്യാപകരെ കൂടി ഈ ഒരു അന്വേഷണ പരിധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം, SIT സംഘം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ റേഞ്ച് DIGയും ഒപ്പം തന്നെ റൂറൽ SPയും ഇന്ന് വടകര പുതുപ്പണത്ത് മാധ്യമങ്ങളെ കാണും. ഇതോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൈമാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, അധ്യാപികമാർ എപ്പോഴും നമുക്ക് മാതൃകയാവേണ്ടവരാണ്. ഇവരിൽ നിന്നാണ് ഇത്തരമൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കേസിൽ ആദ്യം പിടിയിലായത് വടകര സ്വദേശിയായ സഫ്വാനാണ്. ഇതിന് പിന്നാലെയാണ് കീർത്തനയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. കീർത്തനയുടെ സുഹൃത്തായ കാവ്യയിലേക്കും ഒടുവിൽ നീഷ്മയിലേക്കും ഈ അന്വേഷണം എത്തുകയും ഇവരുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് വൻ പണമിടപാട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഈ 3 പേരും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിരുന്നതായി ഇന്നലെ SIT അന്വേഷണ സംഘം കണ്ടെത്തി നമ്മളോട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ 3 പേരും ആദ്യം ഈ
MDMA ഉപയോഗിക്കുകയും പിന്നീട് ഇവർ മാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഈ MDMA ലഹരി ശൃംഖലയുമായി ബന്ധപ്പെടുകയും ഇവരെ തന്നെ പണമിടപാടും ഈ വിൽപ്പനയ്ക്കുമായി ഇവരെ സമീപിക്കുകയായിരുന്നു എന്നുള്ള വിവരവും കൈമാറിയിട്ടുണ്ട്. പിന്നീടാണ് ഇവർ ഈ കച്ചവടത്തിലേക്ക് എത്തുന്നത്. ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഏറ്റവും ഒടുവിൽ പിടിയിലായ നീഷ്മയുടെ അക്കൗണ്ടിലേക്കും 16,000 രൂപ വരെ എത്തിയിരുന്നു എന്നുള്ള കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ കീർത്തനയുടെ ഒരു 15 ലക്ഷത്തോളം ഇടപാട് നടന്നുവെന്നും ഒപ്പം തന്നെ കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 മാസത്തിനിടെ 5 ലക്ഷത്തോളം രൂപയുടെ ഇടപാട് നടത്തിയെന്നൊരു കണ്ടെത്തലുണ്ട്. ഇവരെല്ലാം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും ഈ പണമിടപാട് നടത്തിയെന്നുള്ള കണ്ടെത്തലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് കണ്ടെത്താനുള്ളത് കുട്ടികളെ ഇവർ ദുരുപയോഗം ചെയ്തോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. ഇതും കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഒപ്പം തന്നെ ഇതിനു മുമ്പ് പേരാമ്പ്ര ഈ കുറ്റ്യാടി മേഖലയിൽ തന്നെ ഈ ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കൂടുതൽ അധ്യാപികമാർ ഇതിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഐശ്വര്യ. ശരി രേഷ്മ, എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. 7 അധ്യാപകർക്ക് വരെ ഇതിൽ പങ്കുണ്ട് എന്നാണ് പറയുന്നത്. രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ചങ്ങനാശ്ശേരി വലിയകുളം ഭാഗത്ത് നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ചങ്ങനാശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ആദർശ് GLന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചെടികൾ കണ്ടെത്തിയത്. വലിയകുളം ഏനാച്ചിറ റോഡിൽ പുതുച്ചിറ സാംസ്കാരിക നിലയത്തിന് സമീപത്ത് നിന്നുമാണ് ചെടികൾ കണ്ടെത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 88 സെന്റിമീറ്റർ, 48 സെന്റിമീറ്റർ, 43 സെന്റിമീറ്റർ എന്നിങ്ങനെ ഉയരമുള്ള 3 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും. ഇന്ന് എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്നലെ 9 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയത്. ഇന്നും അത് തന്നെയായിരിക്കുമല്ലേ ഒരവസ്ഥ? ഐശ്വര്യ, ഇന്നലെ 2 മണിയോടുകൂടിയാണ് ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിച്ചത്. രാത്രി 11 മണി വരെ ചർച്ച നീണ്ടുപോയി. 9 മണിക്കൂറോളം ചർച്ച നീണ്ടുപോയി. എങ്കിൽ പോലും ഇനിയും കക്ഷി നേതാക്കൾ സംസാരിക്കാനുള്ളതിനാൽ ഇന്ന് വീണ്ടും ചർച്ച തുടരാമെന്ന് അറിയിച്ചുകൊണ്ടാണ് ലോക്സഭ പിരിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് ലോക്സഭയിൽ വീണ്ടും ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കും. ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയതുപോലെ ശക്തമായ വാദപ്രതിവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയും കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അംഗങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് വന്ന പരീക്ഷാ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ രീതിയിൽ കോൺഗ്രസിനെ വിമർശിക്കുകയുണ്ടായി. അതേസമയം നിലവിൽ പരീക്ഷാ ക്രമക്കേട് നടത്തുന്ന മാഫിയയെ തടയാനോ നിയന്ത്രിക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്. ചർച്ചയ്ക്കിടെയും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ പ്രിയങ്ക ഗാന്ധി വ്യക്തിപരമായി നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കണം എന്ന ആവശ്യവും ഭരണപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ചർച്ച തുടരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവരും ഇന്ന് സഭയിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം ബില്ല് സഭ ഐക്യകണ്ഠേന പാസാക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം വിദ്യാർത്ഥികളുടെ ആശങ്ക ഉൾപ്പെടെ പരിഹരിക്കുന്നതിനും ഒപ്പം പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനും അതിന് കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ബില്ല് പ്രതിപക്ഷം കൂടി പിന്തുണച്ചുകൊണ്ട് ഐക്യകണ്ഠേന പാസാക്കുമോ എന്ന് നോക്കിക്കാണണം. അതല്ലെങ്കിൽ പോലും ബില്ല് പാസാക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം ലോക്സഭയിൽ ഇത് നടപടി ഉണ്ടാകും എന്നുള്ളതും ഏറെ നിർണായകമാകും. ഐശ്വര്യ. ശരി, ഇന്നലെ എന്തായാലും 9 മണിക്കൂറിലധികം നീണ്ട ചർച്ചയിൽ ശക്തമായ വാദപ്രതിവാദമാണ് ഈ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയത്. ഇന്നും ഇനി കക്ഷി നേതാക്കൾക്ക് സംസാരിക്കാനുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. അതിനുശേഷം ബില്ല് ഐക്യകണ്ഠേന പാസ്സാക്കുമെന്നാണ് വിശ്വാസം. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഫണ്ട് തട്ടിപ്പ് വിവാദത്തിനിടെ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കും. സംസ്ഥാന അധ്യക്ഷൻ മടങ്ങിയെത്തിയിട്ടും നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയരുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചേക്കും.
വിശദാംശങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, ഗുഡ് മോർണിംഗ്. എന്തായാലും BJPക്ക് ഉള്ളിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. വലിയൊരു ഫണ്ട് തട്ടിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉറപ്പാണ്, അല്ലേ? ഐശ്വര്യ, ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഏറ്റവും പ്രധാനമാണ് ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗം, ഭാരവാഹി യോഗം എന്ന് പറയുന്നത്. കാരണം സംസ്ഥാന അധ്യക്ഷൻ വിദേശത്ത് പോയി അദ്ദേഹം മടങ്ങി വന്നു, കേരളത്തിൽ മടങ്ങി വന്ന് ഇത്രയും ദിവസം എടുത്തിട്ടും ഈ വലിയ രീതിയിൽ VDP സംസ്ഥാന നേതൃത്വത്തെ വലിയ രീതിയിൽ കോളക്കമുണ്ടാക്കിയ ഒരു ഫണ്ട് തട്ടിപ്പ് കേസ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയേറെ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. പക്ഷെ അപ്പോഴും ആരോപണ വിധേയരായ വ്യക്തികളൊക്കെ തന്നെ അതിൽ നമുക്കറിയാം, വനിതാ അംഗം പോലീസിൽ പോയി പരാതി നൽകുന്നു. തനിക്കെതിരെ വ്യാജമായ പരാതികൾ മാധ്യമങ്ങൾ, അതായത് വസ്തുതകൾക്ക് നിരക്കാത്ത തനിക്കെതിരെ വന്ന ശബ്ദരേഖകളൊക്കെ വ്യാജമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ കമ്മീഷണറെ പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. മാത്രമല്ല, അത് പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ വ്യാജമാണെന്ന് പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ആരോപണ വിധേയരൊക്കെ രംഗത്തുണ്ട്. എന്നാൽ പോലും ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്താനായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചില്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നു. കുറ്റപ്പെടുത്തലുകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് അവർ ഭാരവാഹി യോഗം അടിയന്തരം വിളിച്ചു ചേർക്കണമെന്നൊരു ആവശ്യമൊക്കെ ഉയർന്നു. പക്ഷേ ഈ ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഇതിന്റെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ഈ ഫണ്ട് തട്ടിപ്പുമായി ഉയർന്നു വന്നൊരു വിവാദം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ അതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് പ്രധാന അജണ്ട. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നത് ഈ നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും അവരുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ഫണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് പാർട്ടി ഫണ്ട് നൽകുന്നു. ഈ പാർട്ടി ഫണ്ടിൽ ഇത് കൊടികളൊക്കെ നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്. കൊടികളൊക്കെ തന്നെയും കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്ര നേതൃത്വം സൗജന്യമായി ഫ്രീ അവിടെ നിന്ന് ലഭിച്ചതാണ്. ആ കൊടികളാണ്, അതിൻ്റെ പേരിലാണ് വൻതോതിൽ ലക്ഷങ്ങളാണ് പാർട്ടി ഫണ്ട് തട്ടിയെടുത്തു. അത് മാത്രമല്ല, ഫ്ലക്സിൻ്റെ പേരിൽ അടക്കം ഏതൊക്കെ രീതിയിലും കൊടി തോരണങ്ങൾ ഉൾപ്പെടെ ഫ്ലക്സ് വരെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുന്ന സമയത്ത് ഫ്ലക്സുകൾ സ്ഥാപിച്ചതിൽ പോലും വലിയ രീതിയിലുള്ള ക്രമക്കേട്, ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടി ഫണ്ട് വലിയ രീതിയിൽ ഒരു വിഭാഗം, ഇതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ഒരു വിഭാഗത്തിലേക്ക് എത്തിച്ചേർന്നുവെന്ന് ഈ കമ്പനികൾ ഉൾപ്പെടെ ഇവർ നൽകിയ രസീതും അതോടൊപ്പം ഇവർ നൽകിയ വൗച്ചറും ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ പുറത്തുവിടുന്നു. പല ഘട്ടങ്ങളിലായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇടനിലക്കാരായി നിന്നവരുടെയൊക്കെ ശബ്ദരേഖകളൊക്കെ പുറത്തു വരുന്നു. ഇത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിജസ്ഥിതി പാർട്ടി കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് മാധ്യമങ്ങൾ, നേതാക്കൾ പറയുന്ന പോലെ ഈ വാർത്ത അടിസ്ഥാനരഹിതമായ വാർത്തയാണോ? അങ്ങനെയെങ്കിൽ അത് എന്തായിരുന്നു സംഭവിച്ചതെന്ന് വ്യക്തമാക്കണം. അതല്ല എങ്കിൽ ഇതിൽ സത്യമുണ്ട്, ഇതിൽ വാസ്തവമാണ്, പാർട്ടിയെ വലിയ രീതിയിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇതിൽ ആരോപണ വിധേയരായി നിൽക്കുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അവർക്കെതിരെ നടപടി എടുക്കുകയോ വേണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നത്. അപ്പോൾ ഇന്ന് ചേരുന്ന യോഗത്തിൽ, സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ രീതിയിലൊരു ഈ വിഷയം ചർച്ചയാവുകയും ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ ഒരു പക്ഷേ പാർട്ടിയുടെ ഈ സംഘടനാ തലത്തിൽ, അതായത് ഇവർക്ക് നൽകിയിരിക്കുന്ന ചുമതലകളിൽ നിന്നൊക്കെ ഇവർ മാറ്റുകയും ആ വലിയ രീതിയിൽ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല. അങ്ങനെ ചില റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരും. ഒരു പുനഃസംഘടന, അതായത് ഈ ഇതിലുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടും അഴിമതി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്നവർക്കെതിരെ വലിയ രീതിയിലൊരു അഴിച്ചുപണി ഉണ്ടാകും, വരെ പുറത്താക്കുന്ന അടക്കമുള്ള. പക്ഷേ അതിന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഈ മാധ്യമ വാർത്തകളുടെയോ അല്ലെങ്കിൽ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിലായിരിക്കില്ല, അതിനൊരു അന്വേഷണം നടത്തേണ്ടി വരും. അപ്പോൾ ആദ്യ തലത്തിൽ, പാർട്ടി തലത്തിലൊരു അന്വേഷണം, ഒരു ആഭ്യന്തരമായ ഒരു കമ്മീഷനെ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ ആഭ്യന്തരമായ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യും. ആഭ്യന്തരമായ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നതിനനുസരിച്ച് തൽക്കാലം ഒരു പാർട്ടി നടപടി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് മറ്റു നടപടികളിലേക്ക് കടക്കുമോ? ഇതൊക്കെ തന്നെ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ നിന്നാകും വ്യക്തമാവുക. എന്തായാലും ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗം BJP സംബന്ധിച്ച് ഏറ്റവും അതിപ്രധാനം തന്നെയാണ്. ശരി, എന്തായാലും കൊടികളിലൂടെ കോടികൾ തട്ടിയ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേരുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിൽഡ് ഡിസൂസ. കൊല്ലം അമൃതപുരിയിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾക്ക് തുടക്കമായി പുലർച്ചെ 3:30 ലളിത സഹസ്രനാമ പാരായണത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് അമൃതപുരിയിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അമൃതപുരിയിൽ നിന്ന് സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. എനിക്ക് സുധീഷിന്റെ പുറകിൽ കാണാം നിരവധി ഭക്തരാണ് ഇപ്പോൾ അമൃതപുരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭക്തിസാന്ദ്രമാണ് അല്ലേ?
തീർച്ചയായും അതിമനോഹരമായ ഒരു ദിവസം അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗുരുപൂർണിമ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തീകരിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ആ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അമൃതപുരിയിൽ. ഭക്തി സാന്ദ്രമാണ് അമൃതപുരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം വിദേശികളും സ്വദേശികളും ഒക്കെയായ അമ്മയുടെ ഭക്തർ ഒക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ. ഇനിയുള്ള ചടങ്ങുകളൊക്കെ അതിൻ്റെ ഓരോ സമയക്രമം അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏതായാലും ഗുരുപൂർണിമ ആഘോഷങ്ങൾ അമൃതപുരിയിൽ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഈ ചടങ്ങുകളൊക്കെ ഭക്തരിൽ എത്തിക്കാൻ കഴിയുന്നതും വലിയ ഒരു ആത്മീയമായ ഒരു സന്ദേശം കൂടിയാണ്. നമുക്ക് ഈ ബ്രഹ്മചാരി ഈ ചടങ്ങുകളെയൊക്കെ കുറിച്ച് ബ്രഹ്മചാരി ശ്രീധരാമൃത ചൈതന്യ നമ്മളോട് വിശദീകരിച്ചു തരും. നമശിവായ, എങ്ങനെയായിരുന്നു രാവിലെ മുതലുള്ള ഈ ചടങ്ങുകളൊക്കെ? ഓം അമൃതീശ്വരി നമഃ. ഇന്ന് രാവിലെ 3:30 ഗുരു അഷ്ടോത്തരവും ലളിതാ സഹസ്രനാമ അർച്ചനയും മഹിഷാസുര മർദ്ദിനി സ്തോത്രവും നടന്നു. തുടർന്ന് താന്ത്രിക ആചാരപ്രകാരമുള്ള മഹാഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഗുരുഹോമവും നടന്നു. ഇനി തുടർന്ന് സ്വാമിജി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗം കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. തുടർന്ന് ഗുരുപാദക പൂജയും അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും നടക്കും. തുടർന്ന് ദർശനവും എല്ലാമാണ് ഇവിടെ ഇന്നത്തെ പരിപാടികളായിട്ട് ഇവിടെ നടക്കുവാൻ പോകും. തീർച്ചയായും സ്വാമി, അത് തന്നെയാണ് ഒരു ആത്മീയമായ ഉണർവിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഒരു ഗുരുപാതുക അല്ലെങ്കിൽ ഈ ഗുരു പൂർണിമ ആ ഒരു ദിവസത്തെ കാണുന്നത് അല്ലേ? തീർച്ചയായും ഇന്നത്തെ ദിവസം എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് അമ്മ മഹാഗുരുവായി അമ്മ നമുക്കുള്ളപ്പോൾ അമ്മയിലൂടെ നമ്മൾ സർവ്വഗുരുക്കന്മാരെയും കണ്ടുകൊണ്ട് ഈ പരിപാടിയുടെ ആഘോഷിക്കുകയാണ്. അമ്മയുടെ ആ സന്ദേശം, അമ്മയുടെ ഓരോ വാക്കുകൾ, അതായത് ഭക്തരുടെ ഉള്ളിലുള്ള അജ്ഞത അകറ്റാൻ അമ്മ നൽകുന്ന ഓരോ വചനങ്ങളും അത് ശ്രവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി ഓരോ ഈ ഭക്തരും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് ഈ ഭക്തർ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്ന ഈ പരിപാടികളിലൊക്കെ പങ്കുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ പൂർണ്ണമായി വണങ്ങുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഗുരുപൂർണിമ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി സ്വാമി. അപ്പോൾ അമൃതപുരിയിലെ ഈ ചടങ്ങുകൾ ഇന്നൊരു ദിവസം മുഴുവൻ ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരുപാട് ചടങ്ങുകളുണ്ട്. 8 മണിക്ക് അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗം ഉണ്ടാവും. തുടർന്ന് 9 മണിക്ക് ഗുരുപാതുക പൂജ, ഒപ്പം തന്നെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ ഗുരുപൂർണിമ ദിന സന്ദേശം, ഇതൊക്കെ ശ്രവിക്കുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ അമൃതപുരിയിൽ എത്തിയിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ ഈ ഒരു ചടങ്ങുകളൊക്കെ ദർശിച്ച് ഒരു ആത്മീയ ഉണർവിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഏതായാലും പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഇപ്പോഴും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഓരോ മണിക്കൂറുകളിലും ഓരോ ചടങ്ങുകളുണ്ട്. ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന അമ്മയുടെ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരുമായ ഓരോ ഭക്തജനങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നത്. ആ ആത്മീയ ഉണർവിൽ നിന്നും അമ്മയുടെ ഓരോ വാക്കുകളും ശ്രമിച്ച് അതിലൂടെ ഉള്ളിലെ അജ്ഞത ഇരുട്ടകറ്റി ഒരു വെളിച്ചത്തിലേക്കുള്ള പുതിയ ജീവിതത്തിൻ്റെ പാത തുറന്നു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഓരോ ഭക്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനായുള്ള ഒരു സന്തോഷത്തിലാണ് അമൃതപുരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ആത്മീയ ചൈതന്യം ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ആ ആത്മീയ ചൈതന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഉണർവ് അത് തന്നെയാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം, അമ്മയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ പ്രയാണത്തിനും വിജയമായി മാറുന്നത്. ആ വിജയത്തിലേക്കുള്ള ഒരു പാത കൂടി അമ്മ തുറന്നു നൽകുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന അറിവുകൾ പകർന്നു കിട്ടുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ മക്കൾ ഓരോരുത്തരും ഇവിടെ കൂടുന്നത്. ഉള്ളിലെ അജ്ഞത അത് മാറിക്കിട്ടണം. അത് കിട്ടാൻ അമ്മയുടെ ഓരോ വാക്കുകളും, അമ്മയുടെ ഒരു സ്പർശനം, അമ്മയുടെ ഒരു ദർശനം, അമ്മയുടെ വാക്കുകൾ അതെല്ലാം ഏറെ സഹായിക്കുമെന്ന ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അതിലൂടെ ആ കിട്ടുന്ന ആത്മീയതയുടെ അറിവിലേക്ക് കിട്ടുന്ന ആ ഒരു പുതിയ ഉണർവിന് വേണ്ടിയാണ് ഇവിടെ ഓരോ ഭക്തരും കാത്തു നിൽക്കുന്നത്. ഏതായാലും ഗുരുപൂർണിമ ദിന ആഘോഷ പരിപാടികൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അമൃതപുരിയിൽ അല്പസമയത്തിനകം അടുത്ത ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കും.
ശരി സുധീഷ്. കൊല്ലം അമൃതപുരിയിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. പുലർച്ചെ 3:30 ലളിത സഹസ്രനാമ പാരായണത്തോടെ ആയിരുന്നു ഈ ചടങ്ങുകളൊക്കെയും ആരംഭിച്ചത്. കൂടാതെ ഈ ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് അമൃതപുരിയിൽ എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ. കോട്ടയം തീക്കോയിൽ ഗർഭിണികളെ എത്തിച്ച് താമസിപ്പിച്ച് നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്നുവെന്ന പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. അറസ്റ്റിലായ 2 പേരെ കൂടാതെ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ 2 പേരെ കോടതി റിമാൻഡ് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് നിന്നും വരുന്ന വാർത്തകൾ അത്ര ഗുഡല്ല. ഈ പറഞ്ഞതുപോലെ നവജാത ശിശുക്കളെ വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്രൂരമായ ഒരു സംഭവം തന്നെയാണ്. എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അപ്ഡേഷൻസ്? തീർച്ചയായും ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഏതായാലും കോട്ടയത്ത് ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു അത്ര സുഖകരമല്ലാത്ത വാർത്ത തന്നെയാണ് ഇന്നലെ പുറത്തു വന്നത്. അത് മറ്റൊന്നുമല്ല, നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്നതിന് വേണ്ടി ഗർഭിണികളെ എത്തിച്ച് താമസിപ്പിച്ച് നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്നു എന്നുള്ള ഒരു വാർത്ത. അതിൽ ഇന്നലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരും ഇന്നലെ ഇവരെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായ രാജ, ഇയാളുടെ ഭാര്യ സഹോദരനായ വാഗമൺ സ്വദേശി അർജുൻ എന്നിവരാണ് നിലവിൽ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത്. ഇവരെ കൂടാതെ ഒരു സ്ത്രീയും കൂടി ഈ കേസിൽ പ്രതിയായിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ പോലീസിൻ്റെ കണ്ടെത്തൽ. ഹർഷിത എന്നൊരു സ്ത്രീയാണ്. ഈ അസംകാരിയായ ഒരു യുവതിയുടെ പരാതിയിലാണ് ഈ കേസന്വേഷണവും ഈ അറസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. ഈ അസം സ്വദേശിനിയായ യുവതി ഇപ്പോൾ കോട്ടയം കല്ലറയിലുള്ള മഹിളാ കേന്ദ്രത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഇവരുടെ കുഞ്ഞിനെ മറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവരിപ്പോൾ ഗർഭിണിയാണ്, ഇവരുടെ കുഞ്ഞിനെ മറിച്ചു വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഒരു കേസിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനെ യുവതി എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു യുവതിയാണ്. അകന്നു കഴിയുന്നതെന്ന് വെച്ചാൽ 1.5 വയസ്സുള്ള ഒരു കുട്ടി ഇവർക്കുണ്ട്. വീണ്ടും ഇവർ ഗർഭിണിയായപ്പോൾ വീട്ടുകാർ അബോർഷൻ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും യുവതി നിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് എവിടെയെങ്കിലും പോയി പ്രസവിക്കാനും കുഞ്ഞിനെ ദത്ത് നൽകാനുമായിരുന്നു യുവതിയുടെ ഒരു തീരുമാനം. എന്നാൽ കുഞ്ഞിനെ വിൽക്കുവാനുള്ള ഒരു നീക്കമാണെന്നറിഞ്ഞാണ് യുവതി പരാതിയുമായി രംഗത്തെത്തുന്നത്. അങ്ങനെയാണ് ഈ കേസിലേക്ക് എത്തിച്ചേർന്നത്. ഈരാറ്റുപേട്ട പോലീസ് ഈ 2 പേരെ, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. തീക്കോയിൽ ഒരു വീട്ടിലായിരുന്നു ഈ യുവതിയെ താമസിപ്പിച്ചിരുന്നത്. ഇവർക്കൊപ്പം മറ്റ് 2 സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ അറസ്റ്റിലായവരുടെ ഫോൺ കോളുകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചാണ്. കാരണം ഈ അസം സ്വദേശിനിയായ യുവതി കോട്ടയത്തേക്ക് എത്തുന്നത് തന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു കാർത്തിക് എന്ന യുവാവ് വഴിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ കാർത്തിക് എന്ന ആളെ യുവതി നേരിട്ട് കണ്ടിട്ടില്ല. ഈ കാർത്തിക് എന്ന് പറയുന്ന ആളാണ് യുവതിക്ക് ടിക്കറ്റ് ഉൾപ്പെടെ അയച്ചു നൽകുന്നത്, ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ അയച്ചു നൽകുന്നത് കേരളത്തിലേക്ക് എത്തുന്നതിനും. കോട്ടയത്ത് എത്തി KSRTC ബസ്സിലാണ് ഇവർ ഈരാറ്റുപേട്ടയിൽ എത്തുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഈ കുഞ്ഞിനെ വിൽക്കാനുള്ള നീക്കമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു നീക്കം പ്രതികൾ നടത്തിയിരുന്നത് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഈ യുവതിയുടെ ഫോണിൽ നിന്നുള്ള ഈ ചാറ്റിൻ്റെ വിശദാംശങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. അതേസമയം പോലീസ് സംശയിക്കുന്നത് ഈ കാർത്തിക് എന്ന് പറയുന്ന ആൾ ഈ അർജുൻ തന്നെയാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അർജുൻ എന്ന് പറയുന്നത് കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവായ രാജ എന്നയാൾ, മുപ്പിലി രാജ എന്നാണ് മുഴുവൻ പേര്. ഇയാൾ 27 വയസ്സുള്ള ഒരു യുവാവുമാണ്. അപ്പോൾ ഇവർക്ക് പിന്നിൽ മറ്റൊരു ലോബി ഉണ്ടാവാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളെ ആർക്ക് മറിച്ച് വിൽക്കുവാനുള്ള നീക്കമാണ് നടത്തിയിരുന്നത്. മുൻപും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുകയോ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം ഈ ഹർഷിത എന്ന് പറയുന്ന യുവതിയുടെ മറ്റ് വിശദാംശങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അത് ഒരുപക്ഷെ അത് കേസിൽ അത് ബാധിക്കുമെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. ഏതായാലും പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഒരു പ്രതി തമിഴ്നാട് സ്വദേശി ആയതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം പുറമേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നും പോലീസ് കരുതുന്നുണ്ട്. ഏതായാലും ഈ പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ്. ഇന്നലെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ഈ കേസ് വിശദമായി തന്നെ അന്വേഷിക്കും, സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ ഇന്നലെ കോട്ടയം SP വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ 2 പ്രതികൾ റിമാൻഡിലാണ്. മൂന്നാമതൊരു പ്രതിയെ കൂടി എന്ന് പോലീസ് കരുതുന്ന ഹർഷിത എന്ന സ്ത്രീക്കായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഐശ്വര്യ. ശരി, പ്രശാന്ത് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ്. അരി, വെളിച്ചെണ്ണ, പച്ചക്കറി എന്നിവയിലാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വൻ വർധനവുണ്ടായത്. ജനപ്രിയ അരി ബ്രാൻഡുകളിൽ കിലോയ്ക്ക് 5 മുതൽ 10 രൂപ വരെയുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപ്പാദനത്തിലെ കുറവും ഇന്ധനവില വർധനയുമാണ് കാരണമായി വ്യാപാരികൾ പറയുന്നത്. ഓണമെടുക്കുമ്പോൾ തന്നെ മലയാളികളുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് കമ്പോളത്തിൽ സാധനങ്ങളുടെ വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. അരിയിൽ ജനപ്രിയ ബ്രാൻഡുകളായ പൊന്നിയരിയിൽ മൊത്തവില വിൽപ്പന കേന്ദ്രത്തിൽ 5 മുതൽ 7 വരെയും ചില്ലറ വിൽപ്പനയിൽ 10 രൂപ വരെയും വർധനയുണ്ടായി. ജയ മട്ട അരിയിൽ 3 രൂപയും കുറുവ അരിയിൽ 5 രൂപയുടെയും വർധനയാണ് ഉണ്ടായത്. മഴ ലഭിക്കാത്തതും നെല്ലിന്റെ കുറവും ഇന്ധനവില വർധനയുമാണ് വ്യാപാരികൾ കാരണമായി പറയുന്നത്. വടിയരിയൊക്കെ ഒരു 3 രൂപ 4 രൂപ മാറിയിട്ടുണ്ട്. ജയ സുരേഖയൊക്കെ 1 രൂപ 2 രൂപ ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ കിലോയിൽ. അത് ഈ പെട്രോൾ ഡീസലിൻ്റെ വില കൂടിയതിൻ്റെ പേരിൽ വണ്ടി വാടകയൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അതിലാണ് ഈ ജയ സുരേഖയൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ല, ഈ നെല്ലിനൊക്കെ സ്വപ്പം വില കൂടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇത് വില മാറണത്. എണ്ണയുടെ വിലയിലും കാര്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിലോയ്ക്ക് 5 മുതൽ 10 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. വില ഒരല്പം കൂടിയിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് പെട്രോളിൻ്റെ വില വർധന, പിന്നെ ഗ്യാസിൻ്റെയൊക്കെ വില വർധന, അതൊക്കെ കൊണ്ടാണ് വില അല്പം മാറിയത് എന്ന് പറഞ്ഞു. അല്ലാതെ വലുതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. വെളിച്ചെണ്ണയായാലും മറ്റെല്ലാ എണ്ണകളായിരുന്നാലും കിലോയ്ക്കൊരു 20 രൂപയുടെയൊക്കെ വ്യത്യാസം. പൊതുവിൽ സെയിൽ കുറവാണ്. പച്ചക്കറി വില വർധനയാണ് മറ്റൊരു പ്രതിസന്ധി. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇഞ്ചി, വഴുതന എന്നിവയുടെ വിലയിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന വൻ വർധനയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഓണം അടുക്കുന്നതോടെ ഇത് വീണ്ടും കുതിച്ചു കയറും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലാണ് കീശ ചോരുന്ന സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. 1-ാം തീയതി വരെ മഴ തുടരും. വിശദാംശങ്ങളുമായി അശ്വതി AT ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അവിടെ ഒരു മഴ ഉണ്ട് എന്ന് തോന്നുന്നില്ല അല്ലേ? എന്തായാലും എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? ഐശ്വര്യ, ഈ കർക്കിടക മാസമാണെങ്കിലും മൺസൂൺ കാലമാണെങ്കിലും മഴ കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഒരു വേനൽക്കാലത്തിന്റെ പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നു മുതൽ മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയും പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള ഈ ഒരു മണിക്കൂറിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അത് പ്രത്യേകിച്ച് തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ആണ് ഈ ഒരു മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റാണ് മിക്കവാറും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അത് കരുതിയിരിക്കണം എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അത് ഓഗസ്റ്റ് 1 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിലേക്ക് അതിന്റെ സ്പീഡ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ചില അവസരങ്ങളിൽ ഇത് 60 കിലോമീറ്റർ വരെ ആകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കാറ്റിനെ കരുതിയിരിക്കണമെന്നതാണ്. മറ്റൊന്ന് ഇടിമിന്നലാണ്. ഇടിമിന്നലും ഇടിയോടുകൂടിയ മഴയുണ്ടാകാനുള്ള സാധ്യത പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങളിലും ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 30 മുതൽ ഓഗസ്റ്റ് 1 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക മുന്നറിയിപ്പും ഈ മഴ മുന്നറിയിപ്പിലൂടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ കൊച്ചിയിലൊക്കെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. ഇന്ന് പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നലെ ഇടവിട്ടുള്ള മഴയായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും കാലാവസ്ഥ ശക്തി പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതെ, വീണ്ടും കാലാവസ്ഥ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കരുതലെടുക്കുക, ജാഗ്രത പാലിക്കുക.
ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 13 പേർ മരിച്ചതായാണ് സ്ഥിരീകരണം. ക്യൂഷു ദ്വീപിലെ കുമമോട്ടോ പ്രവിശ്യയിലാണ് ഭൂചലനം ഉണ്ടായത്. ഈ മേഖലകളിൽ കെട്ടിടങ്ങൾ തകർന്നതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും ജപ്പാൻ പ്രധാനമന്ത്രി സനായി ടക്കായിച്ചി പറഞ്ഞു. ഭൂകമ്പത്തിൽ തകർന്ന ഒരു ഷോപ്പിംഗ് മാളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണ്. സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി. 3.28 അടി ഉയരത്തിൽ വരെ തിരമാലകൾ ആഞ്ഞടിച്ചേക്കാമെന്നാണ് പ്രവചനം. പ്രദേശവാസികളോട് ഉയരമുള്ള ഇടങ്ങളിൽ നിന്ന് മാറാനും അധികൃതർ നിർദ്ദേശം നൽകി. കടലിനടിത്തട്ടിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി അറിയിച്ചു. കുമാമോട്ടോയ്ക്ക് പുറമെ നാഗസാക്കി, കഗോഷിമ, ഫുക്കുവോക്ക, സാഗ, ഒയിറ്റ, മിയാസാക്കി എന്നീ ജപ്പാന്റെ തെക്കൻ ക്യൂഷു ദ്വീപിലെ പ്രവിശ്യകളിൽ അടിയന്തര ഭൂചലന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിലെ 18 സർക്കാർ വിദ്യാലയങ്ങളിലേക്കായി ലാപ്ടോപ്പുകൾ നൽകേണ്ട പദ്ധതി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പാഴാക്കി. സംഭവത്തിന് പുറകിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അനാസ്ഥയെന്ന് ഉദുമ MLA കെ നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. കുട്ടികളുടെ പഠനത്തിനായി 116 ലാപ്ടോപ്പുകൾ വാങ്ങാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉദുമ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 43 ലക്ഷം രൂപ അനുവദിച്ചത് വിനിയോഗിച്ചില്ല. ഇത് സംബന്ധിച്ച് അധികൃതരിൽ നിന്ന് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് MLAക്ക് ലഭിച്ചത്. 2025-26 കാലയളവിൽ ഉദുമ നിയോജക മണ്ഡലത്തിലെ വിവിധ ഹൈസ്കൂളുകൾ, LP UP വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കായി 116 ലാപ്ടോപ്പുകൾ, പ്രിന്ററുകൾ, പ്രൊജക്ടറുകൾ എന്നിവ വാങ്ങാനായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 43,60,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ അനുവദിച്ച തുക വിനിയോഗിച്ച് ലാപ്ടോപ്പുകളും പ്രൊജക്ടറും വാങ്ങുന്നതിന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തയ്യാറായില്ലെന്ന് ഉദുമ MLA കെ നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. കാലാവധി കഴിഞ്ഞ് ഫണ്ട് ലാപ്സാവുകയാണ്. കെലട്രോൺ വില വർദ്ധിപ്പിച്ചതിനാൽ ലാപ്ടോപ്പുകൾ വാങ്ങാൻ സാധിച്ചില്ലെന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് ലഭിച്ചതെന്ന് MLA പറഞ്ഞു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറയുന്നത് അതിനകത്ത് കെലട്രോൺ സാധനത്തിന് വില വർദ്ധിച്ചു, അപ്പോൾ നമ്മുടെ വിലയും ആ വിലയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. 43,60,000 രൂപയുടെ പദ്ധതി അതിപ്പോ ലാപ്സാൻ പോവാ. ലാപ്ടോപ്പിന്റെ വില ഉയർന്നിട്ടുണ്ടെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഈ കാര്യം സമയോചിതമായി MLA ഓഫീസിനെ അറിയിച്ച് ഫണ്ട് വർദ്ധിപ്പിക്കൽ അല്ലെങ്കിൽ നൽകേണ്ട ലാപ്ടോപ്പുകളുടെ എണ്ണം കുറയ്ക്കൽ എന്നിവ നടത്തണം. ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി MLA ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നു. MLA കുറ്റം പറഞ്ഞില്ല, ഇവരെ ഉദ്യോഗസ്ഥന്മാർ MLA അറിയിക്കണ്ടല്ലേ. അതൊക്കെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം ഇതുവരെയായിട്ട് നൽകിയിട്ടില്ല. GHS ചെമ്മനാട്, GHS ഉദുമ, GUPS കാനത്തൂർ, GVHS അമ്പലത്തറ, GUPS തച്ചങ്ങാട്, GLP കുണ്ടൂച്ചി, GHS തച്ചങ്ങാട്, ബേക്കൽ ALP തുടങ്ങി 18 വിദ്യാലയങ്ങൾക്ക് ലഭിക്കേണ്ട ലാപ്ടോപ്പുകളാണ് ഉദ്യോഗസ്ഥ അലംഭാവം കാരണം നഷ്ടമായത്. സർക്കാർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ലാപ്ടോപ്പ്, പ്രിന്റർ തുടങ്ങിയവയുടെ വിതരണം. ഉദുമ നിയോജക മണ്ഡലത്തിലെ 18ഓളം വിദ്യാലയങ്ങളിലേക്ക് ലാപ്ടോപ്പ്, പ്രിന്റർ എന്നിവ വാങ്ങുന്നതിനായി 40 ലക്ഷത്തിൽ പരം തുക ആസ്തി വികസന ഫണ്ടിൽ നിന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് MLA അനുവദിച്ചിട്ടും അത് വിദ്യാലയങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. ഒരിടവേളയ്ക്ക് ശേഷം വാഗമണ്ണിൽ വീണ്ടും ഭൂമാഫിയ പിടിമുറക്കുന്നു. കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയിൽ പോലും റിസോർട്ടുകൾ ഉയരുകയാണ്. ഏറെ പരിസ്ഥിതി പ്രാധാന്യവും വിനോദസഞ്ചാര സാധ്യതകളുള്ളതുമായ പ്രദേശമാണ് സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിരിക്കുന്നത്. 14 വർഷം മുമ്പ് സർക്കാർ കയ്യേറ്റമൊഴിപ്പിച്ച് തിരിച്ചുപിടിച്ച ഭൂമി തന്നെ ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ കൈയേറിയിരിക്കുന്നു. 2012 വാഗമണ്ണിൽ കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ ബോർഡ് സ്ഥാപിച്ച ഭൂമിയാണിത്. ഇപ്പോൾ ഇവിടെ വൻകിട റിസോർട്ടുകൾ ഉയരുന്നു. പുതിയ റിസോർട്ടുകൾ പണിയാൻ JCB ഉപയോഗിച്ച് വഴി നിർമ്മിച്ചു. 2001 പട്ടയം ലഭിച്ചുവെന്നാണ് കയ്യേറ്റക്കാരുടെ വാദം. എന്നാൽ ഈ കാലയളവിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിട്ടില്ല. സർക്കാർ കയ്യേറ്റമൊഴിപ്പിച്ച് ഏറ്റെടുത്ത് വിനോദസഞ്ചാര വകുപ്പിന് കൈമാറിയ ഭൂമിയും റിസോർട്ട് മാഫിയയുടെ കയ്യിലാണ്. ഒരു 11.5 ഏക്കറോളം സ്ഥലത്ത് 4 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2001 കൊടുത്ത പട്ടയമാണ്. കൂടാതെ ഒരു 10 ഏക്കർ സ്ഥലം ഹൈറേഞ്ച് ടൂറിസം ഡെവലപ്മെൻറ്റിന് പ്രൊപ്പോസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഈ 2 സ്ഥലങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പിന്നീട് സാവകാശം ഇതിൻ്റെ പട്ടയത്തിൻ്റെ മുൻ ഫയലുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം.
വാഗമണ്ണിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ മുന്നിൽ കണ്ടാണ് കോടികൾ വിലമതിക്കുന്ന ഭൂമി കയ്യേറ്റക്കാർ സ്വന്തമാക്കുന്നത്. സർക്കാർ ഭൂമി റവന്യൂ ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകിയതിലും ദുരൂഹതയുണ്ട്. വാഗമണ്ണിലെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനുള്ള സർവേ നടപടികൾ വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. ഇതോടെ കയ്യേറ്റ ഭൂമി പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശ്വാസം. വാഗമണ്ണിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്. റവന്യൂ വകുപ്പിന്റെ കോട്ടയം ജില്ലയിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഭൂമി പതിച്ചു നൽകൽ, പട്ടയ വിതരണം, ഭൂമി ഏറ്റെടുക്കൽ, തരംമാറ്റം, കയ്യേറ്റം ഒഴിപ്പിക്കൽ, ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ, സ്മാർട്ട് വില്ലേജ്, നികുതി പിരിവ്, കുടിശ്ശിക, ഓഡിറ്റ്, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ മേഖലകളിലെ പ്രവർത്തന പുരോഗതി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ H. ദിനേശൻ, ജോയിന്റ് കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, സർവേ ഡയറക്ടർ JO അരുൺ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സോളി ആന്റണി, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരുമായി മന്ത്രി ഓൺലൈൻ മീറ്റിംഗിൽ സംവദിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നതുൾപ്പെടെ അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ദാരുശില്പങ്ങളിലൂടെ രാമായണ കഥ ഭക്തരിലേക്ക് പകരുന്ന ദേവസ്ഥാനമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ബലിക്കൽപുരയുടെ മുഖപ്പിലാണ് രാമായണ കഥ ദാരുശില്പ രൂപത്തിൽ കൊത്തിവച്ചിരിക്കുന്നത്. ഭക്തമനസ്സുകളിൽ രാമായണത്തിന്റെ പുണ്യം ദാരുശില്പങ്ങളിലൂടെ പകർന്നു നൽകുകയാണ് ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ വലിയ ബലിക്കൽപുരയുടെ മുഖപ്പിലാണ് രാമായണ കഥ കൊത്തിവെച്ചിരിക്കുന്നത്. അഗ്നിബാധയുണ്ടായ ക്ഷേത്രം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് പുതുക്കിപ്പണിതത്. ആ കാലത്ത് തന്നെയാണ് ദാരുശില്പങ്ങളും പണി കഴിപ്പിച്ചത്. വിവിധ തട്ടുകളിലായി 120-ൽ പരം ഭാഗങ്ങളായാണ് രാമായണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ദാരുശില്പ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അധ്യാത്മരാമായണം ഇതുപോലെ കൊത്തിവെച്ചതായിട്ട് വേറെ എങ്ങും നമ്മൾ ദർശിച്ചിട്ടില്ല. അത്രമാത്രം പ്രസക്തവും പ്രശസ്തവുമായ ആ ഒരു സംഗതിയെ, ആ ശില്പചാതുരിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത ഇന്ന് നമുക്ക് തന്നെ ഉണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ആ കാലഘട്ടത്തിൽ അഗ്നിക്കിരയായിരുന്ന ക്ഷേത്രം. അപ്പോൾ പുനർനിർമ്മിച്ച വേളയിലായിരിക്കണം ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ 100 വർഷങ്ങൾക്ക് അധികം പഴക്കമുണ്ട് ഈ കൊത്തുപണികൾക്ക് ഇവിടെ. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ, രാമവർമ്മ മഹാരാജാവിൻ്റെയും അതുപോലെ തന്നെ ഈ കൊത്തിവെച്ച ആ ശില്പികളുടെയും ചാതുര്യം, അവരുടെ പുരാണങ്ങളിലുള്ള അവഗാഹം, അവരുടെ ക്ഷമ, ഇതെല്ലാം നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. ബ്രഹ്മാദി ദേവതകൾ പാലാഴിയിൽ പുരുഷ സൂക്തം ജപിച്ച് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് രാമായണത്തിൻ്റെ തുടക്കം. ശ്രീരാമനും ദശരഥനും സീതയും രാവണനും ഹനുമാനുമടക്കം രാമായണ കഥാപാത്രങ്ങളെല്ലാം ദാരുശില്പരൂപത്തിലുണ്ട്. രാമായണത്തിനൊപ്പം കിരാതകഥയും നാലമ്പലത്തിനുള്ളിലെ മുഖമണ്ഡലത്തിൻ്റെ മുഖപ്പിൽ ഭാഗവതവും ദാരുശില്പരൂപത്തിൽ ദൃശ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ഏവൂരിലെ ദാരുശില്പങ്ങൾക്ക് കാലോചിതമായ സംരക്ഷണവും ആവശ്യമാണ്. കർക്കിടക മാസത്തിൻ്റെ പുണ്യം നുകർന്ന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് രാമായണ കഥയുടെ പുത്തൻ അനുഭവമാണ് ഈ ശില്പങ്ങൾ സമ്മാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് ആറന്മുള വള്ളസദ്യക്കെത്തുന്ന പള്ളിയോടങ്ങളുടെ യാത്രയെ പ്രതിസന്ധിയിലാക്കുന്നു. ആറന്മുള ക്ഷേത്രക്കടവിലും സത്രക്കടവ് ഭാഗത്തും നദിയിൽ ആഴമില്ലാത്തതിനാൽ തുഴഞ്ഞെത്തുന്ന പള്ളിയോടങ്ങൾ മണൽപ്പുറ്റിൽ കുടുങ്ങുന്നത് പതിവാകുന്നു. പമ്പയുടെ ആറന്മുള ഭാഗത്ത് വെള്ളം ക്രമാതീതമായി കുറഞ്ഞതോടെ ആറന്മുള വള്ളസദ്യക്കെത്തുന്ന പള്ളിയോടങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. നദിയിൽ രൂപപ്പെട്ട മണൽപ്പുറ്റുകളിൽ പള്ളിയോടങ്ങൾ കുടുങ്ങുന്നതും അതിലുള്ള ആളുകൾ തന്നെ നദിയിലിറങ്ങി തള്ളിമാറ്റേണ്ട അവസ്ഥയും നിത്യസംഭവമാണ്. മണിക്കൂറുകളോളം അധ്വാനിച്ചാണ് പലപ്പോഴും പള്ളിയോടങ്ങൾ മണൽപ്പുറ്റിൽ നിന്നും പുറത്തെത്തിക്കുന്നത്. ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ച് താൽക്കാലിക ശുചീകരണത്തിനപ്പുറം പമ്പയിലെ മണൽപ്പുറ്റുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് നദിയുടെ സ്വാഭാവിക വീതിയും ആഴവും വീണ്ടെടുക്കണമെന്നാണ് പള്ളിയോടക്കരക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇവിടെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഡ്രഡ്ജർ കൊണ്ടുവന്ന് നല്ല ആഴത്തിൽ മണ്ണെടുത്ത് ആ മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉപയോഗമുണ്ട്. തണ്ട മണ്ഡലക്കുഴി എന്ന് പറഞ്ഞൊരു ഭാഗം അത് നികത്തിയെടുത്താൽ ആ പാർക്കിംഗ് പോകും. ഇവിടെ പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ പാർക്കിംഗ് പോകും. അങ്ങനെ ഇപ്പോൾ ഈ ഒരു വള്ളംകളി കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഒരു മുന്നൊരുക്കം തുടങ്ങിയാൽ വളരെ നല്ലത്. ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനം മാത്രമേ ഓരോ വർഷവും ചെയ്യുന്നുള്ളൂ.
ഇത്തവണ വള്ളസദ്യയുടെ തുടക്കത്തിൽ തന്നെ ജലസേചന വകുപ്പ് നിക്ഷേപമാലി ഭാഗത്തടക്കം മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് തീർത്തും അശാസ്ത്രീയമാണെന്ന പരാതിയുമുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നദിയിൽ നിന്നും എടുക്കുന്ന മണ്ണ് കരയ്ക്ക് തന്നെ കൂട്ടിയിടുന്നതാണ് പതിവ്. പിന്നീട് മഴയത്ത് ഈ മണൽ തന്നെ വീണ്ടും നദിയിൽ ഒലിച്ചിറങ്ങി മണൽപ്പുറ്റുകൾ രൂപപ്പെടും. ഈ രീതി മാറി സ്ഥിരമായ ഒരു പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് വിപണി എങ്ങനെയായിരിക്കും? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് ആഗോള വിപണികളിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ വിപണിയിലെ രണ്ടാം പകുതിയിൽ ഒരു നേരിയ തോതിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാവുകയും വലിയ നഷ്ടത്തിൽ നിന്നും കരകയറി വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ക്രൂഡ് ഓയിൽ വിലയിലും ഗണ്യമായ കുറവുണ്ടായി. $83 വരെ ബാരലിന് ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നലെ എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരാമെങ്കിലും നേരിയ തോതിലെങ്കിലും മുന്നേറ്റം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുൻനിര സൂചികയായി നിഫ്റ്റി 24,050 എന്നുള്ള സാങ്കേതികമായ ഒരു പ്രതിരോധ നിലവാരം ഭേദിക്കുകയാണെങ്കിൽ 24,200 നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇന്നെന്തായാലും 24,050 മുകളിൽ വ്യാപാരം തുടങ്ങിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഭ്യന്തര ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾ രണ്ടാം നിര ചെറുകിട ഓഹരികളിലൂടെ അനുകൂലമായ നിക്ഷേപ താല്പര്യം ഉണ്ടാക്കിയിട്ടുമുണ്ട്. വലിയ തോതിലുള്ള കയറ്റങ്ങൾക്കിടയിലും ഇത്തരം ഓഹരികളിൽ ഒരു നിക്ഷേപ താല്പര്യം കാണുന്നത് വരും ദിവസങ്ങളിലും വിപണിയിൽ നേരിയ തോതിലെങ്കിലും മുന്നേറ്റം പ്രകടമായേക്കാം എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയിൽ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുകയാണ്. അവരുടെ വിൽപ്പനയുടെ തോത് കുറഞ്ഞാൽ തന്നെ അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് സഹായമാവുകയും ചെയ്യും. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടങ്ങാം. നിലവിലെ സാഹചര്യത്തിൽ 24,200 എന്നുള്ള നിലവാരം തന്നെയാണ് ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരം ഭേദിക്കുകയാണെങ്കിൽ തുടർച്ചയായി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി. മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതർക്കായുള്ള ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായ വിതരണം കോഴിക്കോട് നടന്നു. മീൻചന്തയ്ക്ക് സമീപം അരക്കിണറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ജ്വല്ലറി ഗ്രൂപ്പും റെസ്പോൺസിബിൾ ജ്വല്ലറിയുമായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മലബാർ ഗ്രൂപ്പ് ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായ വിതരണമാണ് നടന്നത്. മലബാർ ഗ്രൂപ്പിന്റെ CSR പദ്ധതിയുടെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിന് കീഴിലുള്ള ഗുണഭോക്താക്കൾക്കാണ് ധനസഹായത്തിന്റെ ചെക്കുകൾ കൈമാറിയത്. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ ഓപ്പറേഷൻ ഹെഡ് R. അബ്ദുൾ ജലീൽ, സോണൽ ഹെഡ് ജാവേദ് മിയാൻ, മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് സീനിയർ മാനേജർ ഹസൻ കോയ, കോർപ്പറേഷൻ കൌൺസിലർമാരായ ബീരാൻ കോയ, ഷിനു പിന്നാണത്ത്, DCC സെക്രട്ടറി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയാണ് മലബാർ ഗ്രൂപ്പ് ഭവന നിർമ്മാണ സഹായ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇതിനകം 24,000-ലേറെ കുടുംബങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ട്. 85 കോടി രൂപ ചിലവഴിക്കുകയും ചെയ്തു. മലബാർ ഗോൾഡിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ പോലും അവരറിയാതെ തന്നെ ഒരു പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. കാരണം അവർ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 5% ഈ രീതിയിലുള്ള ചാരിറ്റി ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. മരുന്ന് വിതരണം, അതുപോലെ തന്നെ ഗ്രാൻഡ്മാ ഹോം, സ്കോളർഷിപ്പ്, ഹൗസിംഗ് ചാരിറ്റബിൾ ട്രസ്റ്റ്, നിരവധി ആക്ടിവിറ്റീസ്, ഹങ്കർ ഫ്രീ വേൾഡ്, നിരവധി ആക്ടിവിറ്റീസ് ആണ് മലബാർ ഗോൾഡ് ചാരിറ്റിയായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ 200 കോടി രൂപയുടെ CSR പ്രവർത്തനങ്ങളാണ് മലബാർ ഗ്രൂപ്പ് നടപ്പാക്കുക. ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിലെ 2 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതിനകം 418 കോടിയിലധികം രൂപ CSR പ്രവർത്തനങ്ങൾക്കായി മലബാർ ഗ്രൂപ്പ് ചിലവഴിച്ചിട്ടുണ്ട്. 18 ലക്ഷത്തിലധികം ആളുകളുടെ ജീവിതത്തിന് ഇത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. വിദ്യാഭ്യാസ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതയുമായി GTech എഡ്യൂക്കേഷൻ. AI അധിഷ്ഠിത വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളായ GTech വൈബ് കിഡ്സ്, GTech eLessons.net എന്നിവ പരിചയപ്പെടുത്തി GTech CMD മെഹറൂഫ് മണലുടി.
CBSE NEP 2020 അനുസൃതമായി 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്ത AI അധിഷ്ഠിത ഇന്ററാക്റ്റീവ് ലേണിംഗ് സംവിധാനമാണ് GTech വൈബ് കിഡ്സ് പ്ലാറ്റ്ഫോം. ഗണിതം, ശാസ്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലെ സങ്കീർണ ആശയങ്ങളും സൂത്രവാക്യങ്ങളും യുക്തിപരമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആധുനിക ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമാണ് GTech eLessons.net. ഹോട്ടൽ TRAയിലാണ് ചടങ്ങുകൾ നടന്നത്. GTech eLessonsന്റെ പ്രകാശനം അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ MLAയും GTech വൈബ് കിഡ്സിന്റെ പ്രകാശനം കോഴിക്കോട് മേയർ O സദാശിവനും നിർവഹിച്ചു. GTech മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, HOD ജോസഫ് തോമസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കഴിഞ്ഞ 25 വർഷമായി ആഗോള വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ സേവനങ്ങൾ നൽകുന്ന GTech എഡ്യൂക്കേഷൻ 23 രാജ്യങ്ങളിലായി 817-ലധികം പരിശീലന കേന്ദ്രങ്ങളിലൂടെ 44 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ കരിയർ വളർച്ചയ്ക്ക് പിന്തുണ നൽകിയിട്ടുള്ള ആഗോള വിദ്യാഭ്യാസ ബ്രാൻഡാണ്. ട്രെയിനേഴ്സ് വന്നിട്ട് എല്ലാ മാസം ഇവർക്ക് 1-2 പ്രാവശ്യം ഇവർക്ക് ഡയറക്റ്റായിട്ട് മെന്റർഷിപ്പ് പോലുള്ള രീതിയിലേക്ക് ഇവരെ വീണ്ടും പഠിപ്പിക്കാനുള്ള രീതിയിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമായി കാസർഗോഡ് നിർമ്മിക്കുന്ന സ്ഥാപനത്തിന് ലയൺസ് പ്രസ്ഥാനം സമാഹരിച്ച 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. കാസർഗോഡ് പല്ലാഡിയം ഓഡിറ്റോറിയത്തിൽ നടന്ന ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ ചടങ്ങിലാണ് സാമൂഹ്യ സേവന പ്രവർത്തകനും മജീഷ്യനുമായ ഗോപിനാഥ് മുതുകാടിന് ചെക്ക് കൈമാറിയത്. ടീം ജീവം മുഖേനയാണ് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറിയത്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സഹതാപമല്ല, അവസരങ്ങളും അംഗീകാരവും ആത്മവിശ്വാസവും സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളുമാണ് ആവശ്യമെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ പുതിയ ഡിസ്ട്രിക്ട് ഗവർണറായി ലയൺസ് ടൈറ്റൻസ് തോമസ് MJF ഉൾപ്പെടെയുള്ള ഡിസ്ട്രിക്ട് നേതൃത്വത്തിന്റെ ഔദ്യോഗിക സ്ഥാനാരോഹണവും നടന്നു. കൃത്രിമ ബുദ്ധിയുടെ ഭാവി സാങ്കേതിക വിദ്യകൾ നേരിട്ട് പരിചയപ്പെടുത്തിയും വിദ്യാർത്ഥികളിലെ ഇന്നൊവേഷൻ പ്രോത്സാഹിപ്പിച്ചും അമൃത് വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഏജന്റിക് AI ഹാക്കത്തോൺ 2026 സമാപിച്ചു. മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ അധിഷ്ഠിതമായി സംഘടിപ്പിച്ച രാജ്യത്തെ ശ്രദ്ധേയമായ ഹാക്കത്തോണുകളിലൊന്നായ പരിപാടിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് 10 ലക്ഷം രൂപ മൂല്യമുള്ള സമ്മാനങ്ങൾ, AI ക്രെഡിറ്റുകൾ, ഇന്റേൺഷിപ്പ്, തൊഴിലവസരങ്ങൾ എന്നിവയും പ്രഖ്യാപിച്ചു. അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിൽ 2 ദിവസങ്ങളിലായി നടന്ന ഏജന്റിക് AI ഹാക്കത്തോൺ 2026 വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസും നൈട്രോസ്റ്റാക്കും ചേർന്നാണ് ഹാക്കത്തോൺ സംഘടിപ്പിച്ചത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ കേന്ദ്രീകരിച്ചായിരുന്നു ഹാക്കത്തോൺ. ഏജന്റിക് AI ഫ്രെയിംവർക്കുകളും MCP അധിഷ്ഠിത ആപ്ലിക്കേഷൻ വികസനവും സംബന്ധിച്ച വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും AI ക്രെഡിറ്റുകളും ഉൾപ്പെടെ ആകെ 10 ലക്ഷം രൂപ മൂല്യമുള്ള സമ്മാനങ്ങളാണ് നൽകിയത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസ് ഇന്റേൺഷിപ്പ് അവസരങ്ങളും നേരിട്ടുള്ള തൊഴിൽ അഭിമുഖത്തിനുള്ള അവസരവും ലഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസ് CEO പാബ്ലോ ജിമിനസ്, BFSI ഡയറക്ടർ സുരേഷ് കൃഷ്ണസ്വാമി, പ്രതിനിധി അഭിഷേക് പണ്ഡിറ്റ്, അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി സായിറാം, PG പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, സൈബർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ രാമഗുരു രാധാകൃഷ്ണൻ എന്നിവർ ഹാക്കത്തോണിന് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കൊല്ലം. കുഞ്ഞു മനസ്സിലെ പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടാൻ കുട്ടി ലൈബ്രറിക്ക് തുടക്കം കുറിച്ച് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിലെ 30ഓളം വരുന്ന അംഗൻവാടികളിലാണ് കുട്ടി ലൈബ്രറി എന്ന പദ്ധതിക്ക് തുടക്കമായത്. കുരുന്നു പ്രായത്തിൽ തന്നെ കുട്ടികളിൽ വായനാശീലം വളർത്തുക, അതിലൂടെ മൊബൈൽ ഫോണുകളും റീലുകളും ഭരിക്കുന്ന പുതിയ കാലത്തിൻ്റെ തെറ്റായ വഴിയിൽ നിന്ന് അവരെ തിരികെ നടത്തിക്കുക. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ കുട്ടി ലൈബ്രറി എന്ന ആശയത്തിന് പിന്നിൽ പുതുതലമുറയോടുള്ള ഈ കരുതൽ കൂടിയുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ മൊബൈൽ ഫോണുകളുടെ അടിമയായി മാറുന്ന പുതിയ തലമുറയെ വായനയിലൂടെ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചുവിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി. പുസ്തകങ്ങൾ കയ്യിലെടുക്കുവാനും അതിലൊന്ന് വരയ്ക്കുവാനും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്കൊരു മനസ്സ് വന്നാൽ അവൻ്റെ മാനസിക വളർച്ച ഉണ്ടാക്കുക, രൂപകൽപ്പന ചെയ്യുക എന്ന സ്ഥലമാണ് അംഗനവാടികൾ. ആ അംഗനവാടികൾ വഴി അവന് വീണ്ടും പുസ്തകങ്ങളോടൊരു താല്പര്യം അവൻ്റെ ഭാവി ജീവിതത്തിൽ ഉണ്ടാകും, വളർന്നു വരുമ്പോൾ ഉണ്ടാകുമെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ കുട്ടി ലൈബ്രറി എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ വന്നത്. പഞ്ചായത്തിലെ 30 അംഗനവാടികളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ചിത്രകഥകളും കളറിംഗ് ബുക്കുകളും ഒക്കെ അടങ്ങുന്നതാണ് കുട്ടി ലൈബ്രറി. വായനയോടൊപ്പം ചിത്രരചനയോടുള്ള താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യവും കുട്ടി ലൈബ്രറി മുന്നോട്ട് വെക്കുന്നു. പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ആകർഷകമായ ഷെൽഫും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാങ്ങി നൽകിയിട്ടുണ്ട്.
ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകങ്ങൾ അംഗനവാടി പരിപാലന സമിതി അംഗങ്ങളാണ് വാങ്ങി നൽകിയത്. പഠനവും പാട്ടും കഥകളും കളിയുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന അംഗനവാടികളിൽ അങ്ങനെ അല്പം കാര്യവും കൂടി നിറയ്ക്കുകയാണ് കഞ്ഞിക്കുഴിയിലെ പഞ്ചായത്ത് ഭരണസമിതി. അമൃത ന്യൂസ്, ആലപ്പുഴ. പശ്ചിമഘട്ട മലനിരകളിൽ വീണ്ടും നീലവസന്തത്തിന് തുടക്കമാകുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്ത ചൊക്രമുടി ഉൾപ്പെടെ 5 പ്രമുഖ കേന്ദ്രങ്ങളാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വിസ്മയത്തെ വരവേൽക്കാനായി ഒരുങ്ങുന്നത്. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നീലക്കുറിഞ്ഞി സീസൺ ആരംഭിക്കുമ്പോൾ വിനോദസഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനുമുള്ള വിപുലമായ ഒരുക്കങ്ങളിലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം. പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ മൂന്നാറിനെ നീലക്കടലാക്കി മാറ്റുക. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള 5 സ്വാഭാവിക പുൽമേടുകളിലാണ് പ്രധാനമായും കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ കുറിഞ്ഞിച്ചെടികൾ പൂത്തു തുടങ്ങി. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറിയ 13 ഏക്കറിലധികം ഭൂമി ഇവിടെ സർക്കാർ തിരിച്ചുപിടിച്ചിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റമൊഴിഞ്ഞതോടെ പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ് ചൊക്രമുടിയിൽ ഇപ്പോൾ ദൃശ്യമാകുന്ന ഈ നീലവസന്തം. ചൊക്രമുടിക്ക് ചുറ്റും ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിന് തങ്ങളുടെ പവിത്രമായ മലനിരകൾ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ പുണ്യനിമിഷം കൂടിയാണിത്. ഈ നീലക്കുറിഞ്ഞി പൂത്തു കഴിഞ്ഞാൽ ഒത്തിരി തേനീച്ചൊക്കെ വരും. തേനീച്ച്, പെരുന്തേന്, മറ്റേ കാട്ടിയിലുള്ള ഈ പെട്ടിത്തേനൊക്കെ നേരെ ഇഷ്ടംപോലെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ തേൻ ഈ മേഖലയ്ക്കുണ്ടാകും. അങ്ങനെയാണ് വിശ്വാസം. കഴിഞ്ഞ വർഷം ഇച്ചിരി പൂ പൂത്തായിരുന്നു. അതിപ്പോൾ കള്ളം പൂത്തുമെന്ന് പറയാം. ഒരു വർഷത്തിന് മുമ്പ് 1-2 ചെടി പൂത്ത പിറ്റേ വർഷം അത് നന്നായിട്ട് മൊത്തത്തിൽ പൂക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് വൻതോതിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ ജില്ലാ ഭരണകൂടം ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കാനായി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ഗുൽവീർ സിംഗ്. വെള്ളി മെഡൽ നേട്ടത്തിലൂടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഗുൽവീർ സ്വന്തം പേരിൽ കുറിച്ചു. വനിതകളുടെ 69 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി. സ്നാച്ചിലും ക്ലീൻ ആൻഡ് ജേർക്കിലുമായി ആകെ 227 കിലോഗ്രാം ഉയർത്തിയാണ് ഹർജീന്ദറിന്റെ നേട്ടം. ഹർജീന്ദറിന്റെ നേട്ടത്തോടെ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ മാത്രം ഇന്ത്യയുടെ മെഡൽ നേട്ടം 7ആയി. ബോക്സിൽ ജഡുമണി സിംഗ്, പ്രീതി പവാർ, പ്രിയ ഗൻഖാസ് എന്നിവർ സെമി പ്രവേശനത്തോടെ മെഡൽ ഉറപ്പിച്ചു. ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറിന്റെ ഫൈനൽ ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11:54 മത്സരം. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.